ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അത് ഇത്ര നേരത്തെ ആകുമെന്ന് UDF-ഓ LDF-ഓ കരുതിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് UDF-നകത്ത് വിസ്മയം തീർക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വിസ്മയങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് BJP-ക്കകത്താണ്. CC മുകുന്ദൻ എന്ന് പറയുന്ന ഒരു MLA, അയാൾക്ക് CPI ആയിട്ട് പ്രശ്നമുണ്ട്, അയാൾക്ക് സീറ്റ് കിട്ടാതെ വരുന്നു. അപ്പോൾ അയാളുമായിട്ട് നേരിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ജോസ് വള്ളൂർ നേരിട്ട് അങ്ങോട്ട് ചെന്നു. അത് മാധ്യമപ്രവർത്തകർ കണ്ടു എന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് MLA പെൻഷൻ കിട്ടുന്നുണ്ട്. MLA എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വീടില്ല, വീടിൻ്റെ മേൽക്കൂര മാറ്റാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല, അത് ചോർന്നൊലിക്കുന്ന വീട്. ഇതൊക്കെ ഒരു സിമ്പതി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് പറയാൻ പറ്റും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് LDF തന്നെയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ആശ്രയ കേന്ദ്രമെന്ന് പറയുന്നത്. N രാമകൃഷ്ണൻ്റെ മകൾക്കൊക്കെ അവിടെ ആ സീറ്റിന് അർഹതയുണ്ടായിരുന്നതാണ്. UDF-നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്പേസിലേക്ക് NDA കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമസ്കാരം. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇനി അതിൻ്റെ ഒരു കാത്തിരിപ്പാണ്. വരുന്ന 24 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് എത്തും. ഈ ഒരു സമയത്ത് കേരളത്തിലെ മത്സരങ്ങളും ട്രെൻഡുകളും എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റൊന്നെന്ന് പറയുന്നത്, കേരളത്തിൽ CPI വിട്ടിട്ടുള്ള ആളുകൾ, CPM വിട്ടിട്ടുള്ള ആളുകൾ ഇടതുപക്ഷത്തു നിന്നും BJP-യിലേക്ക് ചേക്കേറുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അത് ഇത്ര നേരത്തെ ആകുമെന്ന് UDF-ഓ LDF-ഓ കരുതിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം LDF കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പുറത്ത് പത്രമാധ്യമങ്ങൾക്കൊന്നും വാർത്ത ചോരാതെ തന്നെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയവും കാര്യങ്ങളും ഒക്കെ നടത്തി ഇലക്ഷന് വേണ്ടിയിട്ട് CPM ഒരുങ്ങിയിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. ഈ G സുധാകരൻ്റെ വിവാദങ്ങളും മറ്റു ചില ആളുകളുടെ വിവാദങ്ങൾക്കും പുറകെയൊക്കെ മാധ്യമങ്ങളും കോൺഗ്രസ് പാർട്ടിയും വിസ്മയം തീർക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് CPM കൃത്യമായ ഒരുക്കങ്ങളിലൂടെ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് സത്യം. പ്രതിപക്ഷ നേതാവുള്ള VD സതീശൻ പറഞ്ഞിട്ട് ഞങ്ങൾ വിസ്മയം തീർക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തീർക്കപ്പെട്ട വിസ്മയങ്ങളാണ് G സുധാകരനും A സുരേഷും PK ശശിയും, ഇങ്ങനെ കുറേ ആളുകളുണ്ട്, ആയിഷ പോറ്റി ഒക്കെ. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ രാവിലെ BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട് KPCC സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള തൊടിയൂർ രാമകൃഷ്ണൻ, അദ്ദേഹം അവിടെയുള്ള ഈ കരുനാഗപ്പള്ളിയിലുള്ള ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റൊക്കെയാണ്. അതുകൂടാതെ തന്നെ ഈ കഴിഞ്ഞ 3 പ്രാവശ്യം, അതായത് CR മഹേഷ് വിജയിച്ച മത്സരത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ തൊടിയൂർ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. ഈ തൊടിയൂർ രാമകൃഷ്ണൻ ഇന്ന് BJP ചേർന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഡോക്ടർ പ്രതാപ് കുമാർ, അദ്ദേഹം മെഡിട്രീന ഹോസ്പിറ്റലിൻ്റെ MD ആണ്. അതായത് ഒരു മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തി കൂടി BJP-യിലേക്ക് ചേരുന്നു. പിന്നെ അതിനുശേഷം ഒരുപാട് ആളുകളുണ്ട്. DO പ്രസാദ് NCP ദേശീയ സമിതി അംഗം, NA റഷീദ് CPM-ന്റെ കൗൺസിലർ, ഏറ്റുമുഖം ഏരിയ കമ്മിറ്റി മെമ്പർ എന്നൊക്കെയാണ് പറയുന്നത്. പ്രൊഫസർ ദേവ് പ്രശാന്ത് ജോണ്, പിന്നെ ഈഡൻ ഷിജോ ഐസക്ക്, INC ഇരിക്കൂർ അസംബ്ലി പ്രസിഡന്റ്, പിന്നെ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് വേദാപ്പള്ളി, കേരളദേശം പാർട്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ സിനിമയ്ക്കത്തൊക്കെ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്കത് രജിസ്റ്റേർഡ് പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളദേശം പാർട്ടിയൊക്കെ അതൊരു പേരിന് മാത്രമുള്ളൊരു പാർട്ടി ആയിരിക്കാനാണ് സാധ്യത. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും ഒരിക്കലും കേരളദേശം പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ മോഹൻ രാംപാൽ, അതും കേരളദേശം പാർട്ടിയാണ്. ഇങ്ങനെ കുറേ ആളുകൾ ഇന്ന് BJP-യിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് പുറത്തു വന്നിട്ടുള്ളത് വെച്ചാൽ നാട്ടിക MLA ആയിട്ടുള്ള CPI MLA ആയിട്ടുള്ള CC മുകുന്ദനെ ജോസ് വള്ളൂരാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. എന്നതിന് ശേഷം ജോസ് വള്ളൂർ CC മുകുന്ദനെ കണ്ടതിന് ശേഷം ഒരു കള്ളൻ ഇറങ്ങി ഓടി ഓട്ടോറിക്ഷയിലൊക്കെ കയറി പോകുന്ന നമ്മൾ കണ്ടതാണ്. കാരണം എന്തൊക്കെ ആവശ്യം തിരിക്കുന്നത്, അദ്ദേഹം ഒരു മുൻ DCC പ്രസിഡന്റാണ്. അതിനു മുമ്പ് ഒല്ലൂർ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഇതെന്താ വല്ല അവിഹിതത്തിന് പോയിട്ട് അവിടെ നിന്ന് പിടിക്കപ്പെട്ടിട്ടിറങ്ങി ഓടുന്നൊന്നും അല്ലല്ലോ. അതിൻ്റെ ആവശ്യം തിരിക്കുന്നത്. കാരണം വെച്ചാൽ CC മുകുന്ദൻ എന്ന് പറയുന്ന ഒരു MLA, അയാൾക്ക് CPI ആയിട്ട് പ്രശ്നമുണ്ട്, അയാൾക്ക് സീറ്റ് കിട്ടാതെ വരുന്നു. അപ്പോൾ അയാളുമായിട്ട് നേരിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ജോസ് വള്ളൂർ നേരിട്ട് അങ്ങോട്ട് ചെന്നു. അത് മാധ്യമപ്രവർത്തകർ കണ്ടു എന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അത് കഴിഞ്ഞ ശേഷം ആ CC മുകുന്ദൻ ഇന്ന് കോൺഗ്രസിൽ അഭയം കിട്ടില്ല എന്ന് വന്നതോടുകൂടി അദ്ദേഹം നേരെ പോയിട്ട് BJP ചേർന്നു. അദ്ദേഹം BJP-ക്കാരെ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനും BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടല്ല അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. തൃശ്ശൂരുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടാണ് അവർക്ക് ശ്രീ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ CC മുകുന്ദൻ്റെ ഒക്കെ ഒരു ഐഡിയോളജി എന്തായിരുന്നു?
ഇവരൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് പറയുന്നത്, വളരെ വലിയൊരു ദാരിദ്ര്യാവസ്ഥയിലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ CC മൂന്നിൻ്റെ തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ദാരിദ്ര്യത്തെ വിറ്റ് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. കാരണം എനിക്ക് ദാരിദ്ര്യമാണ്, നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കേണ്ട ആളുകളാണ്. അതായത് ഞങ്ങൾ പണിയൊന്നും എടുക്കത്തില്ല, പക്ഷേ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കണം. കാരണം ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് MLA പെൻഷൻ കിട്ടുന്നുണ്ട്, MLA എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് വരുമാനമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു വീടില്ല, വീടിൻ്റെ മേൽക്കൂര മാറ്റാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല, അത് ചോർന്നൊലിക്കുന്ന വീട്, ഇതൊക്കെ ഒരു സിമ്പതി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഒരു MLA അയക്കുന്ന ഒരാൾക്ക് MLA എന്നുള്ള ആ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൗസിംഗ് ലോൺ എടുക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. ബാങ്കുകൾ ഒരുപാട് കൺസെഷൻസ് കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ ജനപ്രതിനിധികൾക്ക്, അതൊക്കെ എന്താണ് മുതലാക്കാത്തത്? എനിക്കൊന്ന് 10 ലക്ഷം രൂപകളുടെ പലിശരഹിത വായ്പ കൊടുക്കുന്നുണ്ട് വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രിവിലേജുകൾ ഒരു MLA എന്നുള്ള രീതിയിൽ CC മൂന്നിനുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ ദാരിദ്ര്യത്തെ വിറ്റ് ഇനിയും ജീവിക്കും, അല്ലെങ്കിൽ എൻ്റെ ദാരിദ്ര്യത്തെ വിറ്റ് ഞാൻ വീണ്ടും വോട്ട് നേടും, വിജയിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഗീതാ ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കുന്നു. ആ ഗീതാ ഗോപി അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് UDF-നകത്ത് വിസ്മയം തീർക്കുമെന്നാണ്. പക്ഷേ ഇപ്പം നമ്മൾ വിസ്മയങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് BJP-ക്കകത്താണ്. ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് BJP-ക്കകത്താണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു മുന്നേറ്റം BJP നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വോട്ടായിട്ട് BJP-ക്ക് മാറുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്, എത്രത്തോളം ഇത് വോട്ടായിട്ട് മാറുമെന്ന്. പിന്നീട് നമ്മൾ സംശയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഗ്രസും UDF-ഉം ഒക്കെ സീറ്റ് ചർച്ചകൾ ഇതേപോലെ ഡിലേ ആക്കിക്കൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അണികൾ പ്രകോപിതരാകും, അണികൾ തെരുവിലേക്ക് ഇറങ്ങുന്നൊരു അവസ്ഥയുണ്ടാവും. ഇപ്പോൾ കുട്ടനാട് തന്നെ അണികൾ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും. കാരണം നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിലുള്ളത്. കാരണം അവർ ഏതെങ്കിലും തരത്തിൽ ഈ ഭരണത്തിനൊരു മാറ്റം സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ്. 2 ദിവസമായിട്ട് സൈബർ മീഡിയയിലൊന്നും കോൺഗ്രസ് പോരാളികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 2 ദിവസമല്ല, ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. കഴിഞ്ഞ ദിവസം ബാബു ദിവാകരൻ എന്ന് പറയുന്ന അടൂർ മുനിസിപ്പൽ കൗൺസിലിൻ്റെ മുൻ ചെയർമാൻ, അദ്ദേഹം ഒരു ദളിത് നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇന്നലെ 2020 ചേർന്നു. അദ്ദേഹം കുന്നത്തുനാട് NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ മറ്റു പല ആളുകൾക്കും പ്രചോദനമാണ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൂടി കോൺഗ്രസ് മറന്നു പോകരുത്. കാരണം കോൺഗ്രസിൻ്റെ പ്ലേസിലേക്ക് BJP ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ അപകടമാണ് കേരളത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ്സുകാരൊന്നും മറന്നു പോകരുത്. മുസ്ലിം ലീഗിനകത്തെ സീറ്റ് ചർച്ചകൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഒരുപക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് LDF തന്നെയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ആശ്രയ കേന്ദ്രമെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ആരുടെ കാലഘട്ടത്തിലാണ്? ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ്. മൃദു ഹിന്ദുത്വ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ല അന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, കെ സുധാകരൻ മത്സരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ അവിടെ കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർമാനായിട്ടുള്ള TO മോഹനനെ അവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കെ സുധാകരൻ അവിടെ മത്സരിക്കുന്നില്ല. രാമകൃഷ്ണന്റെ മകളെയും അവിടെ പരിഗണിക്കുന്നില്ല. രാമകൃഷ്ണന്റെ മകൾക്കൊക്കെ അവിടെ ആ സീറ്റിന് അർഹതയുണ്ടായിരുന്നതാണ്. പക്ഷെ കെ സുധാകരന് രാമകൃഷ്ണനോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ്, അതിൻ്റെ പേരിലാണ് അവിടെ സീറ്റ് നിഷേധിക്കപ്പെടുന്നത് രാമകൃഷ്ണന്റെ മകൾക്ക്. കെ സുധാകരൻ വരുന്നതിന് മുമ്പ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കണ്ണൂരിലുള്ള കോൺഗ്രസ്സുകാരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ കെ സുധാകരനെ പോലെ തന്നെ കരുത്തനായ ഒരു നേതാവായിരുന്നു രാമകൃഷ്ണൻ എന്ന് പറയുന്നയാളും. അപ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തി വൈരാഗ്യങ്ങൾക്ക് വേണ്ടി പൊളിറ്റിക്കലി കാണേണ്ട കാര്യങ്ങളെ പൊളിറ്റിക്കലിയാണ് കാണേണ്ടത്. അതിനെ രാഷ്ട്രീയമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ പത്തനംതിട്ട ജില്ല എടുക്കുകയാണെങ്കിൽ ആറന്മുള സീറ്റ്, ആറന്മുളയിൽ ഇപ്പോൾ അബിൻ വർക്കിയാണ് അവിടെ പരിഗണിച്ചിരിക്കുന്നത്. പക്ഷേ PJ കുര്യൻ അവിടെ ഒരു ജോർജ് മാമൻ കുണ്ടൂറിന് വേണ്ടിയിട്ട്, വേറൊരു റെജി തോമസ്, ഈ 2 പേരുകളുമായിട്ട് അവിടെ പോയിരിക്കുകയാണ്. ഈ ജോർജ് മാമൻ കുണ്ടൂരിൻ്റെ മകള് ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. PJ കുര്യൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. എന്താണ്? ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും എതിർപ്പുമായിട്ട് ഇറങ്ങാൻ പാടില്ല എന്ന്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ട നേതാവാണ് അബിൻ വർക്കി എന്ന് പറയുന്നത്. ആ അബിൻ വർക്കിക്ക് ഇപ്രാവശ്യമെങ്കിലും ആറന്മുളയിൽ മത്സരിക്കാനൊരു അവസരം ലഭിക്കാതെ വരുന്ന പക്ഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ എന്തിനാണ് ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? തല്ലുകൊള്ളാനോ അതോ കേസുകൾ മാത്രം അവരുടെയൊക്കെ ചുമലുകളിൽ പേറിക്കൊണ്ട് നടക്കാനോ? അല്ലല്ലോ. കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവർ പർപ്പസ്ഫുള്ളി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ കേരളത്തിൽ BJP-യെ രണ്ടാമതായിട്ട് കൊണ്ടുവരികയാണ്.
പല സ്ഥലങ്ങളിലും മത്സരം നടക്കാൻ പോകുന്നത് ഇപ്പോൾ LDFും NDAയും തമ്മിലാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ വേണ്ടി പോവുകയാണ്. നേമത്ത് LDFും NDAയും തമ്മിലുള്ള മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. വട്ടിയൂർക്കാവിൽ K മുരളീധരനാണ് മത്സരിക്കുന്നത്. പക്ഷേ അവിടെയും മത്സരം നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്നത് LDFും NDAയുമായിട്ടാണ്. ചാത്തന്നൂർ ആരുമായിട്ടാണ് മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്? LDFും NDAയുമായിട്ടാണ് മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. പാലക്കാട് ഇപ്പോൾ കോൺഗ്രസും NDAയുമായിട്ടാണ് മത്സരം നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തന്നെയും വീണ്ടും അത് LDF NDAയിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ NDA അവിടെ സീറ്റ് പിടിച്ചെടുത്താലും നമുക്ക് ഒന്നും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പാലക്കാട്ടെ അവസ്ഥ അതാണ്. മലമ്പുഴയിൽ LDFും NDAയും തമ്മിലല്ല മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ചെങ്ങന്നൂർ LDF NDA മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. കുന്നത്തുനാട് LDF NDA മത്സരമല്ലേ നടക്കാൻ വേണ്ടി പോകുന്നത്? അത് എറണാകുളം ജില്ലയ്ക്കകത്താണോ എന്ന് നോക്കണം. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും UDFന് ബദലായിട്ട് NDA കടന്നു വരുന്ന ഒരു സാഹചര്യത്തെ കോൺഗ്രസ് നേതൃത്വം ഗൗരവത്തോടെ കാണാത്ത പക്ഷം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക്, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഒക്കെ LDFനെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടാവും. അതിനെ തടഞ്ഞു നിർത്താനൊന്നും നിലവിൽ അതിനുള്ള കരിഷ്മയുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊന്നും അതിനകത്തില്ല. ഇന്ന് തന്നെ ഒന്ന് നോക്കിക്കേ. ഇന്നലെ വരെ വലിയ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പറഞ്ഞുകൊണ്ടിരുന്നയാളാണ് G. സുധാകരൻ. ആ G. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപനം നടത്തി. താൻ ആരെയും കാണാൻ വേണ്ടി പോകത്തില്ല, ആർക്കെതിരെയും ഒരു അക്ഷരം മിണ്ടത്തില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും വരണം എന്നൊക്കെ പറഞ്ഞ വ്യക്തി ഇന്ന് രാവിലെ SNDP ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ജനറൽ സെക്രട്ടറി അല്ല എന്നുള്ള കാര്യം വേറെ വസ്തുതയാണ്. അതിനുശേഷം അദ്ദേഹം NSS ആസ്ഥാനത്തേക്ക് പോകുന്നു. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന്, ഈ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറ്റുന്നത് രണ്ടാളുകൾ രണ്ട് സൈഡിൽ നിന്ന് കൈ പിടിച്ചിട്ടാണ്. അദ്ദേഹമാണ് അമ്പലപ്പുഴയിൽ MLA ആയിട്ട് വരേണ്ടത്. ഇത്രയും നാളും മതേതരത്വം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ G. സുധാകരൻ എന്ന് പറയുന്നത്. G. സുധാകരനിൽ നിന്ന് സന്ദർശിച്ച വെള്ളാപ്പള്ളി നടേശൻ ആരാണ്? മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് ആ പരാമർശമൊന്നും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പോയി കണ്ട് അയാളുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് G. സുധാകരൻ മത്സര രംഗത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം അമ്പലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരും മതേതര ശക്തികൾ ഓർമ്മ വെക്കേണ്ടതല്ലേ? കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ആ ഒരു സ്പേസിലേക്ക് NDA കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ PJ ജോസഫിന്റെ പാർട്ടിയെ അവഗണിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ അവർക്കും തീരുമാനം എടുക്കേണ്ടി വരത്തില്ലേ? LDF ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റുകൾ, കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റ് പ്രഖ്യാപനം വൈകിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കോൺഗ്രസ് UDF. ഏതൊക്കെയായാലും ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും, UDFനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്പേസിലേക്ക് NDA കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും വിസ്മയം തീർക്കാൻ വേണ്ടി നടക്കുന്ന പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയും ഒക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.